ഇത് ഇപ്പൊ ഹിസ്ബുള്ള രംഗത്തെത്തിയിരിക്കുകയാണ്. ഒന്നീ മടങ്ങുക, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് വലിയൊരു വാണിംഗ് അവിടുത്തെ തലവൻ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാനില്ല. സമാധാന ശ്രമങ്ങളുമായിട്ട് ഇറാനുമായിട്ട് ധാരണാപത്രത്തിലൊക്കെ ഒപ്പിട്ട് ഒരു താൽക്കാലിക ധാരണാപത്രം ഇപ്പോൾ ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഈ ഹിസ്ബുള്ള ഈ ഒരു കാര്യം പറയുമ്പോൾ വീണ്ടും പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് പോകുന്നില്ലേ? ഹിസ്ബുള്ള പറയുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അതൊരു നമുക്കറിയാം, ഇറാന്റെ ഒരു പ്രോക്സി ഗ്രൂപ്പാണ്. അവരെപ്പോഴും ഇസ്രായേലിന് നേരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലൊരു യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഗ്രൂപ്പുകൾ ആക്റ്റീവ് ആവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഹിസ്ബുള്ള രണ്ടാമത്, ഏറെക്കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഹിസ്ബുള്ള രണ്ടാമത് ആക്ടിവേറ്റ് ആകുന്നത് ഈ ഹമാസിന് നേരെ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഗസയിൽ കൂട്ടക്കുരുതി നടത്തിയ സമയത്താണ് ഹിസ്ബുള്ള ഇസ്രായേലിന്റെ ശ്രദ്ധ തിരിക്കാനായി ആദ്യമായി കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും യുദ്ധത്തിലേക്ക് വീണ്ടും രംഗത്ത് വരുന്നത്. ഇപ്പൊ വീണ്ടും ഹിസ്ബുള്ള വന്നിരിക്കുന്നത് ഈ ഇറാനെ ആക്രമിക്കുന്ന ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആ നീക്കം. അതിനുശേഷമാണ് ഇവിടെ ഹിസ്ബുള്ള വീണ്ടും രംഗത്ത് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഹിസ്ബുള്ള അത് പറയുന്നു, ഹിസ്ബുള്ള വെല്ലുവിളിക്കുന്നു, ഹിസ്ബുള്ള അത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറം ഈ ഗ്രൂപ്പ് ആക്ടിവേറ്റ് ആകുന്നത് ഇസ്രായേലിന്റെ നടപടികൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം ഹിസ്ബുള്ള ഈ ഗസ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ആ വെടിനിർത്തൽ കരാർ അനുസരിച്ച് പിന്മാറിയ ഒരു ഗ്രൂപ്പാണ്. ലെബനന് നേരെ ഇനി ഇസ്രായേൽ ആക്രമണം നടത്തില്ല എന്നും ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം അനാവശ്യമായി ഒന്നും ചെയ്യില്ല എന്നും അവിടെ ഒരു സീസ് ഫയർ വരുന്നു. അങ്ങനെ ഗസ വെടിനിർത്തലിന്റെ ഭാഗമായി തന്നെ, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒരു കരാറിൽ ഒപ്പിട്ടതാണ് ഈ ലെബനാനും അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഈ പറയുന്ന ഇസ്രായേലും. പക്ഷെ അതിനുശേഷം ഈ മേഖലയിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ കടുപ്പിച്ചത് ഇസ്രായേലാണ്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ലെബനനിലേക്ക് ആക്രമണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ അത് ലെബനൻ ഏതെങ്കിലും ഒരു എന്താ പറയുക ഇസ്രായേലിന് ഒരു ഭീഷണിയായിട്ടല്ല, മറിച്ച് ഈ യുദ്ധം ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ഈ കരാർ പൊളിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ്. അതായത് ഹിസ്ബുള്ള എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇസ്രായേൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, ഈ യുദ്ധ വിഷയത്തിൽ ഇസ്രായേലിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്, ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമോ, അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടി ഇസ്രായേൽ എഫേർട്ട് എടുക്കുമോ, അതോ ഇത് പൊളിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി, ഇറാനെ പ്രകോപിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ വീണ്ടും ആക്രമിക്കുമോ, ലെബനനിലേക്ക് ആക്രമണങ്ങൾ തുടരുമോ? ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ചോദ്യത്തിന് ഇസ്രായേൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും ഇനിയുള്ള പശ്ചിമേഷ്യയുടെ ഭാവി. ഇപ്പോഴും ഞാൻ തീർത്ത് പറയുന്നു, ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് ഇറാനും അമേരിക്കയും പിന്മാറിയത് കൊണ്ട് യുദ്ധം അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും യുദ്ധം തുടരുന്നുണ്ട്. ഇസ്രായേൽ പറഞ്ഞത് സിറിയ, ലബനൻ, പലസ്തീൻ ഈ 3 കേന്ദ്രങ്ങളും ഞങ്ങളുടെ പരമ്പരാഗത രീതിയിൽ, അതായത് മുമ്പ് ഞങ്ങൾ എങ്ങനെയായിരുന്നു അതൊക്കെ തന്നെയായിരിക്കും അവിടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടങ്ങളിൽ വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുമ്പോൾ അത് ഏറ്റവും അധികം പ്രകോപിപ്പിക്കുന്നത് ഇറാനെയാണ്. ഇപ്പൊ ഇറാൻ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ലെബനോനിലേക്കുള്ള ആക്രമണം ഉണ്ടാകില്ല എന്ന് അമേരിക്ക ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ഈ കരാറിൽ ഒപ്പിട്ടത്. പക്ഷെ ആ ഉറപ്പ് ഇസ്രായേൽ ഇതുവരെ കൊടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ കയറി അടിക്കുമെന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഇസ്രായേൽ നീങ്ങുകയാണെങ്കിൽ എഴുതി വെച്ചോളൂ, അത് ഇസ്രായേലിന്റെ വലിയ നാശത്തിലേക്ക് വഴി തുറക്കും. ഇപ്പം അമേരിക്ക മാറ്റി നിർത്തി ഇസ്രയേൽ ഈ ഒരു ഒറ്റയ്ക്കൊരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇറാൻ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും മിഡിൽ ഈസ്റ്റ് പ്രശ്നത്തിലേക്ക് പോകത്തില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അവിടുത്തെ JD വാട്സ് ഒക്കെ അമേരിക്കയുടെ പറഞ്ഞത്. അതായത് ഞങ്ങളെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയമേ ഇപ്പം ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർ സ്വയമേ എല്ലാം ആർജിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്ക് നീക്കങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം ഈ ഒരു യുദ്ധം വരുമ്പോഴത്തേക്കും ഇറാനും കൂടി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമേഷ്യ അത് എത്രത്തോളം ബാധിക്കും? അതായത് ഇപ്പോഴത്തെ നിലവിലെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം പോലെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ? അല്ല, ഇത് ഇനി വരാൻ പോകുന്നത് അമേരിക്ക ഇല്ലാത്ത ഒരു യുദ്ധ ഭൂപടമായിരിക്കും. അതായത് അമേരിക്കക്ക് കൃത്യമായി മനസ്സിലായി ഇറാൻ ഒരു യുദ്ധത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുകയാണ് നല്ലത്. അതായത് അവിടെ കയറി ഇറാനെ പ്രകോപിപ്പിക്കുകയോ ഇറാനെ വെല്ലുവിളിക്കുകയോ ഇറാനെ ഏതെങ്കിലും തരത്തിൽ മുറിവേൽപ്പിക്കുകയോ ചെയ്താൽ അതിൻ്റെ തിരിച്ചടി ഭയാനകമായിരിക്കും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അൺസ്റ്റോപ്പബിൾ ആയിരിക്കും ഇറാൻ എന്നുള്ളത് ഇതോടകം അമേരിക്കയ്ക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ അതിൽ അമേരിക്ക ഉണ്ടാവില്ല. ഞാൻ ഉറപ്പിച്ചു പറയാം, ഇനി അമേരിക്ക ഉണ്ടാവില്ല. കാരണം അതിനുള്ള എല്ലാ പഴുതുകളും അമേരിക്ക ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇസ്രായേലിനോട് പറയുന്നു ലെബനനിൽ ആക്രമണം നിർത്തൂ.
അതെ. അതുപോലെ ഇറാനോട് പറയുന്നു, നിങ്ങൾ ചോദിച്ചതെല്ലാം ഞങ്ങൾ തന്നിരിക്കുന്നു, നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ പൊക്കോളൂ. അതുപോലെ തന്നെ ട്രംപ് ആണെങ്കിൽ പോലും ഹോർമൂസിൽ ഞങ്ങൾക്ക് കുറച്ച് നിയന്ത്രണം വേണം എന്നതൊഴിച്ചാൽ, അല്ലെങ്കിൽ ഇറാൻ ഇനി കരാർ ലംഘിച്ചാൽ ഞങ്ങൾ ആക്രമിക്കും എന്ന ചില വെല്ലുവിളികൾ നടത്തിയതൊഴിച്ചാൽ കാര്യമായി ഇറാനെ ഉപദ്രവിക്കാനായിട്ട് ട്രംപും വരുന്നില്ല. അപ്പൊ ട്രംപ് പറയുന്നു ഇറാൻ ഈ കരാർ ലംഘിച്ചാൽ ഞങ്ങൾ ആക്രമിക്കും എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും യുദ്ധം ചെയ്യുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ട്രംപിന്റെ ഒരു നാടകമാണ്. ഈ കരാർ എവിടെയും ഇറാൻ ലംഘിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കരാർ, വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ഈ അമേരിക്കയുടെ ഒരു അപ്പാച്ചി ഹെലികോപ്റ്റർ തകർത്തു എന്ന് പറഞ്ഞ് ഇറാനിലേക്ക് 2 ദിവസം ആക്രമണം നടത്തിയത് അമേരിക്കയാണ്. അതുപോലെ തന്നെ പലപ്പോഴും പല ഘട്ടങ്ങളിലും യുദ്ധം നിർത്തിവെക്കാനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ആക്രമണങ്ങൾ നടത്തിയത് ഇസ്രായേലായിരുന്നു. ഇറാൻ അങ്ങനെ യുദ്ധ കരാർ, ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് യുദ്ധം ചെയ്ത ചരിത്രം ഇറാനില്ല. അതൊരു ചതിയാണ്, അല്ലെങ്കിൽ മര്യാദകേടാണ്. അത് ചെയ്തിട്ടില്ല ഇറാൻ. ഇപ്പൊ നമുക്കറിയാം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനി കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? ആണവ വിഷയങ്ങളിൽ മേൽ 3 ചർച്ചകൾ നടന്ന് 4ാമത്തെ ചർച്ചയ്ക്ക് തയ്യാറായി നിൽക്കുമ്പോഴാണ് ആ കൊലപാതകം ഉണ്ടാകുന്നത്, ആ ആക്രമണം നടക്കുന്നത്, അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കുന്നത്. അവിടെയും ഇറാന് നേരെയാണ് ആക്രമണം ഉണ്ടായത്, ഇറാൻ അങ്ങോട്ട് ആക്രമിക്കുകയല്ലായിരുന്നു. ഇറാൻ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഞങ്ങളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ഈ കരാറിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ സ്റ്റാൻഡ്. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കരാറിന് വിരുദ്ധമായിട്ടാണ് ലെബനനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഇനി രംഗത്ത് വരും. ഇറാൻ രംഗത്ത് വരികയും ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും. അത് ഈ സമീപകാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തരും. സ്വാഭാവികമായി എല്ലാ കാലത്തെയും പോലെ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കേണ്ടതാണ്. പക്ഷേ ഈ ഇത്തവണ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇനി അങ്ങോട്ട് ഇറാന്റെ കയ്യിൽ ഹോർമൂസ് കടലെടുക്കെന്ന് പറയുന്ന ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന വിലപേശൽ ശേഷിയുള്ള ഒരു വജ്രായുധം ഇപ്പൊ തന്നെ ഇറാന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇറാനെ പ്രകോപിപ്പിക്കാനോ ഇറാന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യാനോ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ട്രംപ് അല്ല ആരായാലും ഒരു 1-2 തവണ ആലോചിക്കും. ഇതിനു മുമ്പും സൗദി അറേബ്യ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇസ്രയേൽ ഇങ്ങനെ ലെബനാനിലും സിറിയയിലും ഒക്കെ യുദ്ധം തുടരുകയാണെങ്കിൽ ഞങ്ങൾ അതിനെതിരെ രംഗത്ത് വരും, അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ രംഗത്ത് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പോ ഈ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ, വീണ്ടും ഹിസ്ബുള്ളയ്ക്ക് നേരെ വരികയാണെങ്കിൽ ഇറാൻ മാത്രമായിരിക്കില്ല അതിനൊപ്പം ഈ പറയുന്ന അറബ് രാജ്യങ്ങളും കാണില്ലേ? അറബ് രാജ്യങ്ങൾ ഒരിക്കലും ഒരു ഫീൽഡ് വാറിലേക്ക് ഇറങ്ങില്ല. അവരെ സംബന്ധിച്ച് അവർക്കറിയാം, അവർ വളരെ സുരക്ഷിതമായി ജീവിച്ചു പോകുന്ന രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ. അവരൊക്കെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അത്രയും കടുത്ത വിദ്വേഷവും അത്രയും കടുത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ നിന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ ഇറാൻ ഈ എത്ര തവണ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തി, ഒരൊറ്റ അറബ് രാജ്യങ്ങൾ പോലും തിരിച്ചടിക്കാനായിട്ട് ഇറങ്ങിയിട്ടില്ല. ഈ അമേരിക്ക ഇറാനെ നേരെ ആക്രമിക്കുന്ന സമയത്ത്, യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് അമേരിക്ക അഷ്വർ ചെയ്തതാണ് ഗൾഫ് രാജ്യങ്ങളോട്, ഇറാന്റെ ശല്യം ഒഴിയുകയാണ്, നിങ്ങളും വായോ. ഗൾഫ് രാജ്യങ്ങൾ പോയില്ല. സൗദി ആയാലും ഖത്തറായാലും കുവൈറ്റ് ആയാലും ഇവരായാലും സമാധാനപരമായിട്ട് എണ്ണ വിറ്റ് കാശ് മേടിച്ച് അത്യാവശ്യം കറങ്ങിയടിച്ച് നടക്കുക, ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് വികസനം അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക്, രാജ്യത്തിൻ്റെ അഭിവൃദ്ധി, ഇതൊക്കെയാണ് ആ ഭരണാധികാരികൾ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം. അവരൊരിക്കലും ഒരു സംഘർഷം, യുദ്ധത്തിലൂടെ വിജയം നേടാം, അങ്ങനെ ഇപ്പൊ തീർത്തുമില്ല, അങ്ങനെ ഒരു ചിന്താഗതിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടാണ് ഇതിൽ പ്രധാനം. അവർ യുദ്ധം ചെയ്യുന്നുള്ളതല്ല, അവരുടെ നിലപാട് വളരെ കടുപ്പിക്കും. കാരണം ഇപ്പോൾ സംഭവിച്ചത് എന്താ, ഇപ്പോൾ ഈ യുദ്ധം പൊടുന്നനെ നിൽക്കാനും ഇപ്പോൾ ഈ കരാർ ഇറാൻ അനുകൂലമായി വരാനും ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദമാണ്. മധ്യസ്ഥ രാജ്യങ്ങളെന്ന് നമ്മൾ പറയുന്ന ഖത്തറും കുവൈറ്റും സൗദിയും ഈജിപ്തും ഇവരെല്ലാവരും ചേർന്ന് അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് പശ്ചിമേഷ്യയിലെ ഒരേയൊരു പ്രോക്സിയാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരേയൊരു അനുകൂല രാജ്യം, അമേരിക്ക പറഞ്ഞാൽ എന്തും ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള, സൈനികമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും എങ്ങനെയായാലും അമേരിക്ക പറയുന്നതൊക്കെയും അതുപോലെ അനുസരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. അവരുടെ നിലപാടിനെ പോലും മറികടന്നുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അമേരിക്ക ഇങ്ങനെ ഇപ്പോൾ ഇറാൻ അനുകൂലമായി ഇടപെടണമെങ്കിൽ അതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ലെബനാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ തീർച്ചയായിട്ടും ഇറാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയെന്ന് നോക്കുക. അങ്ങനെ വയ്ക്കുമ്പോൾ ഇസ്രായേൽ പറയും വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായി ഞങ്ങൾ വീണ്ടും ഇറാനെ ആക്രമിക്കും എന്ന് പറയും. പക്ഷെ അവിടെ ഇത്രയും കാലമായിരുന്നു ഇത്രയും നാൾ ഇസ്രായേൽ അങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ ഒരു ആശങ്ക നമുക്ക് വരണം. കാരണം എന്താണ്, അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിനുണ്ട്, യുദ്ധം നടക്കും.
അല്ലെങ്കിൽ ആ യുദ്ധം നടന്നാൽ ഇറാന് വലിയ കേടുപാടുകൾ സംഭവിക്കും. പക്ഷേ ഇനി അങ്ങോട്ട് ആ യുദ്ധത്തിന് അമേരിക്ക ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്തുണയും ഇല്ല. അമേരിക്കയുടെ പടക്കപ്പലും ഇസ്രായേലിന് വേണ്ടി ഇറങ്ങില്ല. ഇറങ്ങിയാൽ അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ട്രംപ് പഠിച്ചു കഴിഞ്ഞു. ആ പാഠം പഠിച്ചു. ഇനിയിപ്പോൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും ഒത്തുകൊണ്ട് ഇറാൻ അനുകൂലമായി നിലപാടെടുത്ത് ഇറാനെ ചതിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊരു വാദം വരുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല. അമേരിക്കയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്, ട്രംപിന് നല്ല പേടി വന്നിട്ടുണ്ട്, ഇറാന്റെ കരുത്ത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇറാനെ വെല്ലുവിളിച്ച്, ഇറാനെ പേടിപ്പിച്ച്, ഇറാനെ മുട്ടുകുത്തിക്കുക അതൊന്നും നടക്കില്ല. ഇതൊരു ഹോർമൂസ് കടലിലേക്ക് ഇറാന്റെ ഒരു വജ്രായുധമായിട്ട് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേൽ ലെബനനെ ആക്രമിച്ചാൽ ഇറാൻ ഇസ്രായേലിനെ കയറി അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുക ഇസ്രായേൽ ഒറ്റപ്പെടും. ഇസ്രായേലിന് ഒരു പിന്തുണയും ഉണ്ടാകില്ല. ഒറ്റയ്ക്കൊരു യുദ്ധം ചരിത്രത്തിൽ എവിടെ ഇസ്രായേൽ ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒറ്റയ്ക്കുള്ള യുദ്ധമായിരിക്കും ഇറാനുമായിട്ട് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഹിസ്ബുള്ള എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ ഗ്രൂപ്പാണെന്നേ, 1,00,000 പേര് പോലും തികച്ചില്ല. ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് ആകെ 30,000-40,000 പേരേ ഉള്ളൂ. പരമാവധി അവരുടെ അംഗസംഖ്യ എന്ന് പറയുന്ന ഒരു 70,000-80,000 കൂട്ടിയാൽ മതി. ഹമാസ് എന്ന് പറയുന്നത് വെറും 50,000 പേരുള്ള ഒരു ഗ്രൂപ്പാണ്. ഇസ്രായേലിൻ്റെ തന്നെ കണക്കുകളാണ്. 50,000 ആണ് അവരുടെ ആകെയുള്ള അംഗസംഖ്യ. ഈ പറയുന്ന ഹമാസിനെ തീർക്കാൻ വേണ്ടിയിട്ട് 2.5 വർഷം യുദ്ധം ചെയ്തിട്ട് 19,000 പാവങ്ങളെ കൊന്നതല്ലാതെ ഇസ്രായേൽ തന്നെ പറയുന്നത് ഇപ്പോഴും ഹമാസിൻ്റെ നെറ്റ്വർക്ക് ആക്റ്റീവാണ്. അറൗണ്ട് ഒരു 50-70% അവരുടെ ശക്തി ഇപ്പോഴും ഉണ്ട്. ഹമാസിൻ്റെ ശക്തി ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ആ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് ഗസയിൽ നിന്ന് ഹമാസ് പറഞ്ഞ അകലത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഗസയിൽ ഒത്തുതീർപ്പ് എന്തായിരുന്നു? അത് അമേരിക്ക പറഞ്ഞു നിങ്ങൾ യുദ്ധം നിർത്തൂ, വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേലിന് കാര്യം മനസ്സിലായി, ഒറ്റയ്ക്ക് എന്നാൽ ജയിക്കില്ല. അതുകൊണ്ട് ഇസ്രായേൽ പിന്മാറി. ഇതിനു മുമ്പ് ഇപ്പോൾ ഇറാനിലേക്ക് യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ രാത്രിക്ക് രാത്രി ഒരു ആക്രമണം നടത്തി. ഈ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ കൊണ്ടിട്ടു. അന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടത് ഇറാൻ അവസാനിച്ചു എന്നിട്ട് ഇറാന്റെ മുഴുവൻ സൈനിക ശേഷിയും തീർന്നു. 13 ദിവസമാണ് തിരിച്ച് ഇറാൻ ആക്രമിച്ചത് ഇസ്രായേലിനെ. അവസാനം അമേരിക്ക രക്ഷയ്ക്ക് വന്നതുകൊണ്ടാണ് ആ വെടിനിർത്തൽ കരാറോടെ ഉണ്ടായതും ഇവർ പിന്മാറിയതും. അല്ല എന്നുണ്ടെങ്കിൽ അന്നൊക്കെന്ന് ഇസ്രായേൽ തീർന്നേനെ. അന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി പോയേനെ. അപ്പോൾ ഇസ്രായേൽ എപ്പോഴൊക്കെ കുടുക്കിൽപ്പെടുന്നോ അപ്പോഴൊക്കെ രക്ഷകന്റെ രൂപത്തിൽ മധ്യസ്ഥന്റെ റോളിൽ അമേരിക്ക വന്ന് അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ എപ്പോഴൊക്കെ യുദ്ധമുണ്ടായാലും അപ്പോഴൊക്കെ ഇസ്രായേലിന് പണി കിട്ടുന്ന ഘട്ടങ്ങളിലൊക്കെ അമേരിക്ക അവരുടെ സൈനിക ശക്തിയും അവരുടെ നയതന്ത്ര ശക്തിയും ഒക്കെ കാണിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിനു മുമ്പ് ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ മുഴുവൻ ചെങ്കടലിൽ തടഞ്ഞപ്പോൾ അന്ന് അത് റിലീസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇസ്രായേലിന് സമാധാനം കൊടുക്കാൻ വേണ്ടി ചെങ്കടലിലെ കപ്പലുകൾ ഹൂത്തികൾ ബ്ലോക്ക് ചെയ്ത സമയത്ത് ഏറ്റവും അധികം ദുരന്തം അനുഭവിച്ച ഇസ്രായേലായിരുന്നു. അവരുടെ പല തുറമുഖ നഗരങ്ങളും പ്രവർത്തനം അവസാനിപ്പിച്ച് അവിടെ ചരക്കുകൾ എത്താതെ വലിയ ദുരന്തം. അപ്പം ഇതൊക്കെ നമ്മൾ വായിക്കുന്നത് അറിയുന്നതും പല ഇന്റർനാഷണൽ വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ വാർത്താ ഏജൻസികളുടെ വാർത്തകൾക്കിടയിലെ വരികളിലൊക്കെയാണ്. പക്ഷെ അതൊന്നും പൂർണ്ണമല്ല. കാരണം ഇസ്രായേലിൽ വലിയ സെൻസർഷിപ്പാണ്. അവിടുന്ന് എന്താണ് കറക്റ്റായിട്ട് സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും അറിയാൻ മാർഗമില്ല. അപ്പം ഞാൻ പറഞ്ഞത് അന്ന് പക്ഷേ അമേരിക്ക ഇടപെട്ടത് ഹൂത്തികൾക്കെതിരെ ഇടപെട്ടത് അമേരിക്കയായിരുന്നു. അല്ലെങ്കിൽ ചെങ്കടൽ തുറക്കാൻ വേണ്ടി ഇടപെട്ടത് അമേരിക്കയായിരുന്നു. ഹൂത്തികൾക്ക് നേരെ യുദ്ധം ചെയ്തത് അമേരിക്കയായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഇസ്രായേലിന് എന്തെങ്കിലും, അതുകൊണ്ട് കാര്യം ഉണ്ടായില്ലെങ്കിലും ഇസ്രായേലിന് വേണ്ടി ചോദിക്കാനും പറയാൻ അമേരിക്ക ഉണ്ട് എന്നുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. അമേരിക്ക ഇല്ലാതെ ഒരു കളിക്കും ഇസ്രായേൽ നിന്നിട്ടില്ല. ഈ നെതന്യാഹുവിന്റെ നിലനിൽപ്പ് പോലും ഇപ്പൊ അമേരിക്കയുടെ കയ്യിൽ. പറയുന്നത് അവര് ഈ ജയിലിൽ പോകുന്നതിന് ഏറ്റവും കൂടുതൽ എതിർത്ത് അതിനെ സപ്പോർട്ട് ചെയ്തത് ഈ ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കയാണ്. ഇപ്പൊ അമേരിക്ക പിന്തിരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നെതന്യാഹുവിന് നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോകുന്നതിലും ഏറ്റവും കൂടുതൽ മുന്നേ ചിലപ്പോൾ ജയിലിൽ പോകാനാണ് സാധ്യത. തീർച്ചയായിട്ടും നെതന്യാഹു ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ യുദ്ധം ചെയ്ത് കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെതന്യാഹു വിചാരിക്കുന്നത്, ഇതുവരെ വിചാരിച്ചിരുന്നത് ഇറാനെ പ്രകോപിപ്പിച്ച് ഇറാൻ ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്താൽ അമേരിക്ക കളത്തിൽ ഇറങ്ങുമെന്നും പിന്നെ അതൊരു പശ്ചിമേഷ്യയിലെ മേഖലാ യുദ്ധമായിട്ട് വളരുമെന്നും അതുവഴി നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും ഒക്കെയാണ് ഇത്രയും കാലം വിചാരിച്ചത്. പക്ഷേ ഇനി നടക്കില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ കൃത്യമായി പറഞ്ഞത്, ട്രംപ് ഈ ഹോർമൂസിലൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, വീണ്ടും ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം പശ്ചിമേഷ്യയിലൊരു എണ്ണ ക്രൈസിസ് ഉണ്ടായാൽ വ്യാവസായികപരമായിട്ട് അതിൻ്റെ ലാഭം ട്രംപിന് കിട്ടും. വെനസ്വേലയിൽ നിന്നൊക്കെ എണ്ണ വിറ്റ് ലാഭം ഉണ്ടാക്കാമെന്നൊരു ഒരു വ്യാവസായികമായ ഒരു സാഹചര്യം അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ എങ്കിൽ പോലും ട്രംപ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി ഇറാനെ പ്രകോപിപ്പിച്ച് അടിമേടിക്കേണ്ട എന്ന നിലപാടിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. കാരണം അവിടെ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. അമേരിക്കയിൽ ട്രംപിനെതിരായിട്ട് വലിയ വികാരം ഉണ്ടാകുന്നുണ്ട്. മൊത്തത്തിൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു യുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്ക എന്തായാലും താല്പര്യപ്പെടുന്നില്ല. ഗൾഫ് രാജ്യങ്ങൾ തീരെയില്ല, അവരാരുമില്ല. പശ്ചിമേഷ്യനെ യുദ്ധക്കളമാക്കാൻ ഒരു താല്പര്യമില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഇസ്രായേൽ കയറി ഇറാനെ ആക്രമിച്ചാൽ
അല്ലെങ്കിൽ ലെബനനിലേക്ക് ഇനിയും ആക്രമണം തുടർന്നാൽ ഹിസ്ബുള്ളയും അടിക്കും, ഇറാനും കയറി അടിക്കും. അവിടെ ഇസ്രായേൽ ഒറ്റപ്പെടും. അവിടെ ഇസ്രായേലിൻ്റെ അവസാനമായിരിക്കും. കാരണം നിയന്ത്രിക്കാൻ അതിനിടയിൽ അത് മധ്യസ്ഥത ചെയ്യാനായിട്ട് അമേരിക്ക ഇറങ്ങിയില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന യുദ്ധം അത് ഇസ്രായേലും ഇറാനും ഡയറക്റ്റ് ഫൈറ്റ് ആയിരിക്കും. അതിലാരും ഇടപെടത്തില്ല. അത് അവസാനം ഇസ്രായേലിൻ്റെ പണി തീരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അതിലേക്കാണിപ്പോൾ ഇസ്രായേലിൻ്റെ ഈ പ്രകോപനം പോയിക്കൊണ്ടിരിക്കുന്നത്.